ഇനിയുള്ളത് എന്താ വെച്ചാൽ ഡോമിനൻസ് മെത്തേഡാണ്. വലിയൊരു മെട്രിക്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 2/2 എങ്ങനെ ആക്കാം. ഈ 2/2 ആക്കിയാലേ നമുക്ക് മിക്സഡ് സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മളെപ്പോഴും നോക്കാം, ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും വലുതോ ചെറുതോ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ സാഡിൽ പോയിൻ്റ് ഉണ്ടോ എന്ന് നോക്കുക. സാഡിൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ ആൻസർ അവിടെ തന്നെ കിട്ടും. നമുക്ക് ഈ സാഡിൽ പോയിൻ്റ് ഇല്ലെങ്കിൽ മാത്രമേ ഈ മിക്സഡ് ഡോമിനൻസ് ഇതൊക്കെ യൂസ് ചെയ്യും. ഇത് ഗ്രാഫിക്കൽ നിന്ന് ക്വസ്റ്റ്യൻ തരുമായിരിക്കും. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ ഇതും സാഡിൽ പോയിൻ്റ് വെച്ച് ചെക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് ഗ്രാഫിക്കലി ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ സാഡിൽ പോയിൻ്റ് ചെക്ക് ചെയ്തിട്ട് സാഡിൽ പോയിൻ്റ് കിട്ടിയില്ല. അപ്പോൾ ഇത്ര വലിയൊരു മെട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ അതിന് ചുരുക്കണം. ഡോമിനൻസ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഔട്ട്കം ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഔട്ട്കം എത്ര എടുത്താലും പ്രോഫിറ്റബിൾ അല്ല എന്നൊരു റോയോ കോളമോ കാണും, അതിനെടുത്ത് കളയുക. അതാണ് ഡോമിനൻസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു മെട്രിക്സ് നോക്കാം. ഇതിലിപ്പോൾ റോ വൈസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ പറയുക, പ്ലെയർ എ ഇത് ചൂസ് ചെയ്താൽ പ്ലെയർ ബി ഏതെടുക്കണം എന്ന് തീരുമാനിക്കും. അതേപോലെ പ്ലെയർ എ ഇത് ചൂസ് ചെയ്യും, ഒരു റോ ചൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ ഏത് റോ ചൂസ് ചെയ്യുമ്പോഴാണ് പ്ലെയർ എക്ക് മോർ പ്രോഫിറ്റബിൾ എന്ന് ചെക്ക് ചെയ്യും. കാരണം ഇവിടെ പ്ലെയർ എയുടെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് എഴുതുന്നത്, അതെപ്പോഴും ഓർക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഡോമിനേറ്റ് ചെയ്യേണ്ടത്, ഇവിടെ ഏറ്റവും കുറവ് പ്രോഫിറ്റ് ഏത് റോയിനാണെന്ന് കണ്ടുപിടിക്കുക ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനെ അങ്ങ് ഡോമിനേറ്റ് ചെയ്ത് കളയണം, വെട്ടിക്കളയണം. അപ്പോൾ അതെങ്ങനെയാണ്, നമ്മളിപ്പോൾ ഫസ്റ്റ് റോ എടുക്കുന്നു. എന്നിട്ട് ഈ ഫസ്റ്റ് റോയിൽ 3, 2, 4, 0 ഇതിലെല്ലാ നമ്പറിനെയും കാട്ടി ഈക്വലോ അതിൽ കൂടുതലോ ഔട്ട്കം വരുന്ന വേറെ റോ ഉണ്ടോ നോക്കുക. ഈ സെക്കൻഡ് റോ ചെക്ക് ചെയ്യുന്നു. 3ഉം 3 ഈക്വലാണ്, 2ഉം 4ഉം ഇവിടെ 4 വലുതാണ്, പിന്നെ 4, 2 ഇവിടെ 2 ചെറുതായിപ്പോയി. അപ്പോൾ ഇത് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത റോ എടുക്കും. 3, 4 കൂടുതലാണ്, 2, 2 അല്ല ഇത് ഡോമിനേറ്റ് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അല്ലെങ്കിൽ ഇവിടെ 2, 2 ഇത് ഈക്വലാണ്, ഇവിടെ 4, 4 ഈക്വലാണ്, 0, 0 ഈക്വലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റോയിലെ നമ്പേഴ്സിനെയും കാട്ടി കൂടുതലോ ഈക്വലോ ആണ് ഈ ഒരു റോ. അപ്പോൾ ഈ ഒരു റോ വെച്ച് ഈ ഒരു റോ കമ്പയർ ചെയ്യുമ്പോൾ തേർഡ് റോ ഡോമിനൻ്റ് ആണ് ഇതിനെ. അപ്പോൾ തേർഡ് റോയ്ക്ക് ഇതിനെ കട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആ തേർഡ് റോ കട്ട് ചെയ്തു. എന്നിട്ട് 3 റോസ് മാത്രം എടുത്ത് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും റോ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ റോ ഇല്ല. ഇപ്പോൾ ഇനി റോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 3, 4, 2, 4 അടുത്തത് 4 കൂടുതലാണ് പക്ഷെ കുറഞ്ഞു പോയി, ഇത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്തത് ഇവിടെ 3, 0 ഇവിടെ കുറഞ്ഞു പോയി, ഈക്വലാണ്, ഇവിടെ കുറഞ്ഞു പോയി, ഇവിടെ കൂടിപ്പോയി. കുറവും കൂടുതലൊക്കെ വന്നാൽ ചെക്ക് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ നമുക്കിനി റോ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി കോളം നോക്കും. കോളം എടുക്കുമ്പോൾ ലോജിക്ക് തിരിയും. അപ്പോൾ ഇവിടെ നമ്മൾ ബി ഏതാണ് ചൂസ് ചെയ്യുക, ബി ചൂസ് ചെയ്യുന്ന ഔട്ട്കംസാണ് ഇത്. ബി ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കൂടുതലല്ല നോക്കേണ്ട, കുറവാണ് നോക്കേണ്ടത്. കാരണം ഇത് എയിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ബിന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഏറ്റവും കുറവ് പോയിൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ എടുത്ത റോയിൽ ഏറ്റവും കുറവ് നമ്പേഴ്സ് ഉള്ള വേറെ റോ ഉണ്ടോ നോക്കുക. കുറവ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഡോമിനൻ്റ് ആയിരിക്കും, അതിനെ ഇത് വെട്ടിക്കളയാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കോളം എടുത്ത് 3, 4, 0 അടുത്ത സെക്ഷൻ എടുത്ത് ഇപ്പോൾ 4 വലുതാണ്, അപ്പോൾ അത് ചെക്ക് ചെയ്യണ്ട. 4ഉം വലുതാണ്, 2 ചെറുതാണ്, അപ്പോൾ പറ്റത്തില്ല, ഡോമിനൻ്റ് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് നോക്കി 3, 2 ചെറുതാണ്, 4, 4 ഈക്വലാണ്, 0, 0 ഈക്വലാണ്. അപ്പോൾ ഈ റോ ഡോമിനൻ്റ് ആണ്, ഇതിനെ വെട്ടിക്കളയാം. അടുത്ത റോ ചെക്കുവാണെങ്കിൽ 3, 4 കൂടിപ്പോയി, അപ്പോൾ അതും പറ്റത്തില്ല. കൂടിപ്പോയി, ഇവിടെ കുറഞ്ഞു പോയി, രണ്ടും കൂടെ വരുവാണെങ്കിൽ അത് പറ്റത്തില്ല. അപ്പോൾ ഇത് ഡോമിനൻ്റ് ആണ്, ഇതിനെ വെട്ടിക്കളയും. അപ്പോൾ ഈ ഒരു 3/3 മെട്രിക്സായി. ഇവിടെ വരുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കിയാലും പറ്റത്തില്ല, റോയും പറ്റത്തില്ല, കോളവും പറ്റത്തില്ല, അവിടെ ഒന്നിനും ചാൻസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ആവറേജ് എടുത്ത് ചെയ്യും. നമ്മൾ ഒരു കോളം സെലക്ട് ചെയ്യുക, എന്നിട്ട് ബാക്കി 2 കോളം ഉണ്ടല്ലോ അതിൻ്റെ ആവറേജ് എടുക്കുക. 2 + 4/2 3, 4 + 0/2 2, 0 + 8/2 4. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുത്ത് ഈ ആവറേജ് ഇതിൻ്റെ ഡോമിനൻ്റ് ആണോ എന്ന് നോക്കുക. 4, 3 ഇവിടെ കുറവാണ്, 2, 2 ഈക്വലാണ്, 0, 4 ഒരു 0 അല്ല 4 ആണ്, ബൈ മിസ്റ്റേക്ക് ഇത് 4 ആണ്. 4, 4 ഈക്വൽ.
അപ്പോൾ ഈ റോ കട്ടായി പോവും, അല്ല ഈ കോളം കട്ടായി പോവും, കാരണം ആവറേജ് ഡോമിനൻ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് റോയിലും ചെക്ക് ചെയ്യാം. റോ 2 4 എടുത്ത് 4 0-ൻ്റെയും 0 8-ൻ്റെയും ആവറേജ് എടുക്കും. ഏത് ആവറേജ് എടുക്കണം എന്ന് നമ്മൾ ട്രയൽ ആൻഡ് എററിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാ ആവറേജ് എടുത്ത് നോക്കേണ്ടി ഒരെണ്ണം സെലക്ട് ചെയ്യുക, ബാക്കിയുള്ള ആവറേജ് എടുക്കുക. 4 0 0 8 2 4 എന്ന് കിട്ടും. അപ്പോൾ 2 2 4 4 ഈക്വലാണെങ്കിൽ ഇത് ഡോമിനൻ്റ് ആണ്. കാരണം ഈ ഒരു റോ എടുത്താലും ഈ ഒരു ഔട്ട്പുട്ട് എടുത്താലും ഈ രണ്ടിൻ്റെ കോമ്പിനേഷൻ എടുത്താലും ഒരേ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്, അതുകൊണ്ട് ഡോമിനൻ്റ് ആവും. അപ്പോൾ ഇത് ഞാൻ കട്ട് കളയും. അപ്പോൾ 2x2 മെട്രിക്സ് ആയി. ഇനി ഇതിനെ നമുക്ക് പഴയ പോലെ മറ്റേ മിക്സർ സ്ട്രാറ്റജി വെച്ച് ചൂസ് ചെയ്യാം. മിക്സർ സ്ട്രാറ്റജി വെച്ച് ചൂസ് ചെയ്യുമ്പം നമുക്കിവിടെ 2 ഔട്ട്പുട്ടേ കിട്ടിയിട്ടുള്ളൂ. ഇതിവിടെ 3 എന്ന് പറയുന്നതിൻ്റെയാണ് 2/3 പ്രോബിലിറ്റി, 4 എന്ന് പറയുന്നതിൻ്റെയാണ് 1/3 പ്രോബിലിറ്റി. ബാക്കിയുള്ള റോസും കോളംസും 1ഉം 2 ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒപ്റ്റിമൽ സ്ട്രാറ്റജി എഴുതുമ്പോൾ 1ഉം 2ഉം കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് പ്രോബിലിറ്റി 0 എന്ന് ഇടണം. അതെടുത്തിട്ട് കാര്യമില്ല. ബാക്കിയുള്ളതിൻ്റെ അതേപോലെ 3 × 2/3 4 × 1/3. എന്നിട്ട് വാല്യൂ എടുക്കുമ്പോൾ അതേപോലെ 0 + 0 പിന്നെ 4 × 2/3 പിന്നെ 0 × 1/3 0. അപ്പോൾ ആണ് 8/3. ഇത്രേ ഉള്ളൂ ഡോമിനൻസ്.